വയനാട്ടിലെ ഗോത്ര വിഭാഗമായ കുറിച്യർക്ക് ഉത്രാടവും അതോടൊപ്പം തിരുവോണവും ഏറെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അടുത്ത കാലം വരെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഇവർ ഇപ്പോഴും തറവാടുകളിൽ ഒത്തുചേർന്നാണ് ഓണം ആഘോഷിക്കുന്നത്. കാപ്പുമൽ പെരിഞ്ചോല കുറിച്യ തറവാട്ടിൽ നിന്ന് എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, ആദ്യം കമലിന് ഓണാശംസകൾ. നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഓണക്കാഴ്ചയാണ് കമൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ് അവരുടെ ഓണാഘോഷങ്ങൾ, ഉത്രാട തലേന്നത്തെ കാഴ്ചകൾ? ആര്യ, വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് ആര്യ പറഞ്ഞതുപോലെ. രാവിലെ മുതൽ ഞങ്ങളിവിടെ കാപ്പുമൽ പെരിഞ്ചോല തറവാട്ടിലുണ്ട്. ചടങ്ങുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനമായി കൈനീട്ടം സ്വീകരിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. തീർത്തും ഗോത്രാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും പ്രബലമായ ഒരു ഗോത്ര വിഭാഗമാണ് കുറിച്യരുടേത്. മന്ത്രി OR കേളുവും മുൻമന്ത്രി ജയലക്ഷ്മിയും അതുപോലെ ക്രിക്കറ്റ് താരങ്ങളായ മിന്നുമണിയും സജന സജീവനും ഒക്കെ ഈ ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളാണ്. എന്നോടൊപ്പമുള്ളത് ഈ തറവാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളും സമുദായ നേതാവുമായ പെരിഞ്ചോല അച്ചപ്പനാണ്. ഇന്നിപ്പോൾ നടന്ന ചടങ്ങുകൾ നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകർക്കായി എന്തൊക്കെയാണ് നടന്നത്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങൾ ഇപ്പം 2 ക്ഷേത്രങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇടവക പഞ്ചായത്തിലെ ഉള്ളുമന്നം പ്രദേശത്ത് പെരിഞ്ചോല തറവാടിൻ്റെ കീഴിലാണ് കാപ്പുമ്മൽ വീടുള്ളത്. ഇതൊരു ആത്തറ ആണ്. ഇപ്പോൾ കണ്ടമ്പത്ര കോയോടം ഭഗവതി, കണ്ടമ്പത്ര ഭഗവതിയുടെയും കോയോടം ദൈവത്തിൻ്റെയും ക്ഷേത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ഇപ്പം പ്രദേശത്തിലെ മുഴുവനും വീട്ടുകാരൊക്കെ ഒത്തുകൂടി ആ ദൈവത്തിന് കൊടുക്കേണ്ട ഗോത്രാചാര പ്രകാരമുള്ള തേങ്ങയും പഴവും ഒക്കെ കൊള്ളിച്ചെടുത്തു, ഒപ്പിച്ചെടുത്തു. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇനി ഇവിടെ വന്ന് തറവാട്ടിൽ വന്ന് തറവാട്ടിൽ നമ്മളെ കുലപതിയായിട്ടുള്ള മൂന്നാം ദൈവം എന്ന് പറയുന്നത് മരക്കാരി, അതിരാളം ദൈവം, തമ്പീരാട്ടി എന്ന് പറയുന്ന 3-ാം ദൈവത്തിനാണ് ഇവിടെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ളത് മുറ്റത്ത്. അവിടെ ക്ഷേത്രത്തിൽ കണ്ടമ്പത്ര ഭഗവതി കോയോടം ദൈവത്തിന് അവിടെ കൊടുക്കേണ്ടത് കൊടുത്തു. അത് എല്ലാ വർഷവും ഓണത്തിന് ഉത്രോണമായിട്ട് കാപ്പുമ്മലും തിരുവോണം നാളെ രാവിലെ പെരിഞ്ചോല തറവാട്ടിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലം വരെ കൂട്ടുകുടുംബമായിരുന്നു. ഓരോ തറവാട്ടിലും 100-ലധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ അണുകുടുംബങ്ങളായി. എന്നാലും നിങ്ങൾ ഈ ആഘോഷങ്ങൾക്കൊക്കെ എല്ലാവരും ഒത്തുചേരും. എല്ലാ ഇന്നത്തെ ഒരു കാലോചിതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അണുകുടുംബമായി മാറിയെങ്കിൽ പോലും ആചാരത്തിലൊന്നും ഒരു മംഗളം വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് പൂർവികരെങ്ങനെയാണോ കാണിച്ചു തന്നിട്ടുള്ളത് വെച്ചാൽ അത് ഇന്നും ആവർത്തിക്കുന്നതായ രീതി തന്നെയാണുള്ളത്. സ്വത്ത് ഭാഗം വെക്കുമ്പോൾ നമ്മൾ തറവാടിന് വേണ്ടി നെൽവയലൊക്കെ മാറ്റിവെച്ച് ഈ ആഘോഷങ്ങൾക്കുള്ള നെല്ലൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ. തറവാട് സ്വത്ത്, തറവാടിൻ്റെ ആവശ്യമായ സ്വത്ത്, വയലാണെങ്കിൽ വയൽ, കരയാണെങ്കിൽ കര, അതിനാവശ്യമായ ഭൂമി മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കുള്ള അരിയൊക്കെ പൊതുവെ സ്വത്തായിട്ട് വെച്ചിട്ടുള്ള ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ തിരുവോണത്തിനും ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ. തിരുവോണത്തിന് തറവാട്ടിൽ കൂടുതൽ ചടങ്ങുകൾ തറവാട്ടിലുണ്ടാവും. ആര്യ, തീർത്തും ഗോത്രാചാര പ്രകാരമാണ്. വ്യത്യസ്തമായി നമ്മൾ ക്ഷേത്രത്തിലെ ചടങ്ങുകളും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഇവർ തന്നെയാണ്, ഈ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിന് കാർമ്മികത്വമൊക്കെ വഹിക്കുന്നത്. പുറത്തുനിന്ന് ആരും പൂജയ്ക്കൊന്നുമില്ല. ഇവരുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെയാണ് നടന്നത്. എന്തായാലും കാര്യമായ മഴയൊന്നും പെയ്യാതെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അംഗങ്ങളെല്ലാവരും ഇതായി തറവാടിന് മുറ്റത്താണ് ഞാനുള്ളത്. നമുക്ക് കാണാം, എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. പെരിഞ്ചോല തറവാട്ടിലെ ആളുകളൊക്കെ ഉത്രാട തലേന്ന്, അതായത് ഓണത്തിന്റെ തലേ ദിവസം തന്നെ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണം. ആ കാഴ്ചയാണ് കുറിച്യ തറവാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.